അല്പസമയം കൂടെ ദൈവവചനത്തിന്റെ മുമ്പാകെ നമുക്കായിരിക്കാമല്ലോ. Shall we be in the presence of the Lord for a few more moments? Praise God, hallelujah. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ ദിവസമാണ്. അതാണ് ലോകമെമ്പാടും ഇന്ന് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So today is a special day that the world across is celebrating. എന്നാൽ ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. And as children of God, we need to understand something. നമുക്ക് ഈസ്റ്റർ ഇല്ല. We do not have Easter. എന്നാൽ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. We do believe that Jesus is risen. Praise God, hallelujah. ഇന്ന് കർത്താവിന്റെ റിസറക്ഷനെ കുറിച്ചുള്ള ഒരു സന്ദേശം നൽകുവാനായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചിരിക്കുന്നത്. And so the Spirit of the Lord has reminded me to teach you about the resurrection of Jesus Christ. എന്താണ് ഉയർപ്പിന്റെ സന്ദേശം എന്ന് പറയുന്നത്? And what is the message about the resurrection? അതിനുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. And so with regards to that, with relation to that, the Apostle Paul says this. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. If Jesus is not risen, our preaching and teaching is for naught. അതിന് യാതൊരു പ്രശസ്തിയും ഇല്ല എന്നാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. And there is no importance in that is what we see over there. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അരക്കിട്ട് ഉറപ്പിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും, യേശുക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. And so in our lives we are able to say by girding our loins that Jesus is risen and has defeated death. ഇന്ന് നമ്മൾ പാടിയ പാട്ടുകളെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ നമ്മൾ ഓർത്തുകൊണ്ട് പാടുന്ന പാട്ടുകളാണ് നമ്മൾ പാടിയത്. And so today we sang all the songs that were remembering the resurrection of Jesus Christ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, as we study about the life of Jesus, ഉയർപ്പിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ശക്തമായിട്ട് നമുക്ക് പറയുവാനായിട്ട് കഴിയും. In the light of the resurrection, one thing we can say very clearly, ദൈവത്തിന്റെ പദ്ധതിയെ തടയിടുവാൻ ഹല്ലേലൂയ ഒന്നിനെയും കൊണ്ട് സാധ്യമല്ല. nothing there is nothing that can stop or prevent the perfect will of God. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത്, and when we what resurrection means, ദൈവത്തിന്റെ ശാശ്വതമായ ഒരു പ്ലാൻ ആയിരുന്നു എന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കി. it was a divine plan of God is what we understand. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ജഡ അവതാരം ചെയ്ത ഈ ഭൂമിയിൽ പിറക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് ദൈവാത്മാവ് എഴുതി വെച്ചു. And so before Jesus took on the form of man in this world, countless years ago it was written, തന്റെ പരിശുദ്ധൻ ദ്രവത്തൻ കാണുകയില്ല എന്ന്. his holy one will not see decay. അപ്പോൾ ഒരിക്കലും തന്റെ പുത്രന്റെ ജഡത്തെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. And it is written and recorded for us in scriptures that he will not allow his holy one, his son, his body to see decay. Praise God, hallelujah. അപ്പോൾ സ്വർഗ്ഗത്തിൽ വെച്ച് രക്ഷാനിർണയത്തിന്റെ പദ്ധതികൾ, അതുപോലെ തന്നെ രക്ഷാകരമായിട്ടുള്ള ദൗത്യമൊക്കെയും സ്വർഗ്ഗത്തിലെ ദൈവം ആസൂത്രണം ചെയ്തപ്പോൾ, and so when God considered the salvation or prepared the salvation in heaven for us, ദൈവത്തിന്റെ ആ പദ്ധതിക്കകത്ത് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടായിരുന്നു. within that plan and purpose there was the resurrection of Jesus Christ. കേവലം ഒരു കുരിശു മാത്രമായിരുന്നില്ല. It was not simply the cross. മൂന്നാം നാൾ പിശാചിനെയും മരണത്തെയും കീഴടക്കിയ ആ ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. And on that day there was the resurrection that humbled the Satan and death. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനാദിയായ പദ്ധതികളിൽ ഒന്നായിരുന്നു. And so when we consider the resurrection, it was one of the plans and purpose of God. എന്നാൽ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തടഞ്ഞു വെക്കുവാൻ ശത്രുവായവൻ ആവതു പരിശ്രമിച്ചു എന്നാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. And so as we study the word of God, we see that the enemy tried as much as possible to deny or to prevent the resurrection of Jesus. കർത്താവായ യേശുവിനെ തന്റെ മുന്നറിവിൽ തന്നെ ഒരു കാര്യം കർത്താവിന് മനസ്സിലായിരുന്നു. And so one thing that Jesus understood for himself even before, തന്റെ മരണത്തിന് ശേഷം
that after his death that he would be resurrected. അപ്പോൾ വളരെ വ്യക്തമായും മറപൊരുളില്ലാതെയും ഏതാണ്ട് 10-ലധികം സന്ദർഭങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തന്നെ അരുളി ചെയ്തിരിക്കുന്നു തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്. And in 10 different circumstances, more than that, Jesus declares about his resurrection. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. And so when Jesus was in this world, he told his disciples, let not your hearts be troubled. കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. And so Jesus tells his disciples, let not your hearts be troubled, because I will rise. കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 40-ൽ ഇപ്രകാരം കർത്താവ് ക്രിയാത്മകമായി പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And so we are able to see in Matthew 12 verse 40 what Jesus speaks. പ്രവാചകനായ യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ ആ കടലാനയുടെ വയറ്റിൽ നിന്നും യോന പുറത്തു വന്നതുപോലെ മനുഷ്യപുത്രനും 3 നാൾ പുറത്തു വരുമെന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് വിവരിച്ചു പറഞ്ഞു കൊടുത്തു. And so Jesus details to his disciples, just as the prophet Jonah was in the belly of the great fish for 3 days and 3 nights, and just as he came out of that belly of the great fish, so will the Son of Man be 3 days and 3 nights in the heart of the earth and come forth. യോനയുടെ ജീവിതത്തെ എടുത്തുകൊണ്ട്, And so taking the life of Jonah, വളരെ വ്യക്തമായി യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രനും ഈ വണ്ണം തന്നെയായി തീരും. and so very clearly Jesus teaches his disciples that the Son of Man will have to go through the same thing. മത്തായി സുവിശേഷം 16:21 നമ്മൾ വായിക്കുമ്പോൾ Matthew 16 Verse 21. അവിടെയും വളരെ വ്യക്തമായി തന്നെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടുവാനായിട്ട് പോകുന്നു. And so Jesus very clearly teaches his disciples that he will be crucified. മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാലും പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് തന്റെ ശിഷ്യന്മാരോട് കർത്താവ് അവിടെ And he goes പറയുന്നു. on to say that he would suffer many things from the elders and chief priests and scribes and be killed and be raised the third day. അപ്പോൾ ഇന്ന് രാവിലെ സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് And so this- ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശാശ്വതമായ പദ്ധതിയിലെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു. And so one thing we need to understand this morning is that the resurrection was part and parcel of God's perfect plan. ഇന്ന് രാവിലെ സമയം ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു ഈ ക്രൂശ് ചുമക്കുവാനും വേദനയുടെ താഴ്വരയിൽ കൂടെ തന്റെ മുമ്പിൽ വെച്ചിരുന്ന അപമാനത്തെ അലക്ഷ്യമാക്കുവാനും യേശുവിനെ പ്രാപ്തനാക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, And what is it that made Jesus resolute in bearing the cross and not considering it shame and going up to Calvary? What is it that we would consider? യേശുവിന് അറിയാമായിരുന്നു ഈ വേദനയെല്ലാം തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന്. And Jesus knew very well that this pain is only for a moment. ഹല്ലേലൂയ. Hallelujah. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ As we come to അതിന്റെ Matthew 17. 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. In Matthew 17 verse 22 and 23 we're able to see this. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമാറായിരിക്കുന്നു. The Son of Man is about to be betrayed into the hands of men. മർക്കോസിന്റെ സുവിശേഷം 9:9 നമ്മൾ വായിക്കുമ്പോൾ മറുരൂപമലയിൽ യേശു തന്റെ ശിഷ്യന്മാരുമായി പോയ ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. And in Mark chapter 9 verse 9 we see how Jesus and his disciples go to the mountain of transfiguration. അവിടെ വെച്ച് കർത്താവായ യേശു ക്രിസ്തു ഭാഗ്യവുമായി തന്റെ നിത്യമായ മഹത്വത്തെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. And we see Jesus showing his physical glory to his disciples over there. ആ പ്രത്യേകമായ അനുഭവത്തിന് ശേഷം അവർ ഒരുമിച്ച് മലയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ കർത്താവ് അവരോട് പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമുണ്ട്.
And so after that experience, as they descend from the mountain, that Jesus speaks to his disciples and says, എന്റെ ഉയർപ്പ് വരെ ഇവിടെ നിങ്ങൾ കണ്ട കാര്യം നിങ്ങൾ ആരോടും പറയരുത് എന്നവരോട് പറഞ്ഞു. so do not speak of what you saw here till my resurrection. എന്നാൽ എന്റെ ഉയർപ്പിന് ശേഷം നിങ്ങൾ എല്ലാവരോടും പറയണമെന്നും കർത്താവ് അവരോട് പറഞ്ഞു. And so Jesus exhorts them to say these things after his resurrection. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, And Mark chapter 10 verse 32, കർത്താവായ യേശുക്രിസ്തു താൻ അറിഞ്ഞത് ഉള്ളിൽ സംഗ്രഹിച്ചു വെക്കാതെ പരസ്യമായി ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. and so Jesus tells his disciples without hiding anything in his heart that I will rise again. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 19-22 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, John chapter 2 verse 19 and 22, കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഹല്ലേലൂയ, നിങ്ങൾ ഈ ആലയത്തെ തകർക്കുക, 3-ാം നാൾ ഞാൻ അതിനെ പണിയുമെന്ന് അവനോട് പറഞ്ഞു. and so Jesus tells them, destroy this temple and in 3 days I will raise it up. നമുക്കറിയാം അവർ ആ ആലയത്തെ തകർക്കുവാനായിട്ടിടയായി എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. And so we are able to see that they did indeed destroy the temple. 1 കൊരിന്ത്യ ലേഖനം 3:16 നമ്മൾ വായിക്കുമ്പോൾ, In 1 Corinthians 3 verse അവിടെ 16, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, and there the apostle Paul says നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, that you are the temple of the Lord, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലയോ. and you are the temple of the living God. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ ആലങ്കാരികമായി ഒരു മന്ദിരത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. And so he gives the example of the body of Christ as the temple of God. റോമക്കാരും യഹൂദന്മാരും ആ ആലയത്തെ തകർത്തു കളഞ്ഞു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. And so we see that the Romans and the Jews destroyed that temple. അപ്പോൾ ഇത് തന്റെ ജീവിതത്തിൽ നടക്കേണ്ടതാണെന്ന് യേശു മുന്നമേ അറിഞ്ഞിരുന്നു. And so Jesus knew that this would happen to him. യേശു അവിടം കൊണ്ട് നിന്നില്ല. And Jesus did not stop there. യേശു പറയുകയാണ്, ഈ ആലയത്തെ നിങ്ങൾ നശിപ്പിച്ചു, എന്നാൽ ഞാൻ 3-ാം നാൾ അതിനെ പണിതെടുക്കുമെന്ന് കർത്താവ് അവരെ ഓർപ്പിക്കുക. So Jesus reminds them that you can destroy this temple, but in 3 days I will raise it up again. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, As we come to John chapter 11 verse 25, ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വലിയൊരു പ്രസ്താവന തന്നെ നടത്തുവാനായിട്ടിടയായി പറയുകയാണ്, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനുമെന്ന്. and so Jesus makes a bold claim there that he says, I am the resurrection and the life. എന്നാൽ ഈ പരമമായിട്ടുള്ള സത്യം അറിയാമായിരുന്നത് കൊണ്ടാണ് യേശുവിനെ ക്രൂശീകരണത്തിനായിട്ട് അവർ ഏൽപ്പിച്ചു കൊടുത്തത്. And so, but not understanding the truth behind this, they submitted Jesus to be crucified. Praise God, hallelujah. അപ്പോൾ യേശുവിനെ റോമൻ പടയാളികൾ തന്നെ ക്രൂശീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. And so when they surrendered Jesus over to the Roman soldiers to be crucified, they said this, ഈ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. and so when he lived, we heard him say that after his death he would rise again after 3 days. എന്നാൽ അവർക്കുണ്ടായിരുന്ന അത്രയും പോലും വിശ്വാസം ഉൾക്കാഴ്ചയും തന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. And we are also able to see that the disciples who walked with him for those many years did not have the belief in that. യേശുവിനെ ക്രൂശിച്ചവർക്ക്, യേശുവിന്റെ ശത്രുക്കൾക്ക്, and so the enemies that crucified Jesus, നല്ലവണ്ണം അറിയാമായിരുന്നു they knew very well യേശു 3-ാം നാൾ ഉയർക്കുവാൻ സാധ്യതയുണ്ട് എന്ന്. that there is a possibility that Jesus would rise on the 3rd day. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട
കാര്യം എന്തെന്ന് ചോദിച്ചാൽ, And so, if you were to ask what is it that we need to understand today, ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു യേശുവിന്റെ ഉയർപ്പ് എന്നുള്ളത്. it was a part of God's plan about that Jesus would resurrect. എന്നാൽ അത് നടപ്പിലാകാതിരിക്കുവാൻ വേണ്ടി ശത്രുവായവൻ ആവത് പരിശ്രമിച്ചു. And so the enemy tried very hard to not bring it to pass. ഇന്ന് രാവിലെ സമയം ഈ ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, And this morning, as we hear the word of God, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം എന്തെങ്കിലും ഒരു പദ്ധതി ജീവിതത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ, and if God has placed a plan and purpose in your life and mine, ദൈവം ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോൾ, if God prepares to do something for us, മറ്റൊരു ശക്തി അതിനു വേണ്ടി തുരക്കം വെക്കുവാൻ ആവത് ചെയ്തുകൊണ്ടിരിക്കും എന്നിന്ന് പകൽക്കാലം ദൈവമക്കളായിരിക്കുന്ന നമ്മൾ മറന്നു and പോകും. so another power would try its level best to stand or defy against that. Praise God. Hallelujah. അപ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ദ്രവത്വം കാണാതെ ഉയർപ്പിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. And it was God's purpose that he would not allow his son Jesus to see decay and to raise him up. അതുകൊണ്ട് തന്നെ ശത്രു ഒരു കാര്യം തീരുമാനിച്ചു, And- യേശു ഒരു കാരണവശാലും ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് പാടുള്ളതല്ല. And so the enemy decided that Jesus should never rise. രാവിലെ സമയം ദൈവമക്കളോടൊരു ദൂത് പറയട്ടെ. And so may I speak to the children of God the word of God. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. And so if God has ordained to do something in yours and my life, there is no power on this earth that can deny or stop it. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ പദ്ധതിയിടുമ്പോൾ, And when heaven ordains to do certain things in your lives, അതിന് തടയിടുവാൻ ലോകത്തിലെ ഒന്നിനെ കൊണ്ടും സാധ്യമല്ല. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. there is nothing in this world that can prevent or deny that. Praise God, Jesus. എന്താണ് ഈ ഉയർപ്പിന്റെ സന്ദേശം? And what is the message about this resurrection? ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്, And what God is reminding us. കർത്താവിന്റെ ഉയർപ്പെന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു. And so the resurrection of Jesus was a part of God's purpose. എന്നെ നിങ്ങളെയും കുറിച്ച് ദൈവം എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, And if God has ordained or planned something in each of our lives, അത് തടയിടുവാൻ ശത്രുവായവൻ കഴിവതും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. the enemy would try his level best to prevent or deny that. എന്നാൽ ദൈവം ഒരു കാര്യം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ, But if God has decided to do something, അതിനെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. there is no one on this earth that can deny that or stop that. അതിനെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. There is no one who can stop that. പ്രൈസ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ തടസ്സമായി നിന്ന 5 കൂട്ടം കാര്യങ്ങൾ ദൈവവചനത്തിൽ കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളും തന്നെ. There are 5 things that stood in the way of Jesus' resurrection. According to God's word, we know all those things. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് തടസ്സമായി നിന്ന ഒന്നാമത്തെ കാര്യം മതപരമായിട്ടുള്ള ശക്തികളായിരുന്നു. And so the first thing that stood in the way of Jesus' resurrection was in regards to religion. അപ്പോൾ യഹൂദമതം ഒന്നടങ്കം അവർ തടകെട്ടി അവർ തീരുമാനിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ്. And we see how the Jews came together in one accord to prevent the resurrection of Jesus. അവർ ഒരുപോലെ പറഞ്ഞ ഒരു കാര്യമാണ്, ഈ ചതിയന്റെ ഉയർപ്പ് ഒരിക്കലും നടക്കരുത്. And so they said all together with one voice that this person should not rise again. ഒന്ന് മതപരമായിട്ടുള്ള ശക്തികൾ, Firstly, the powers with regards to religion. രണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ശക്തികളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Second, powers with regards to politics Praise God. or nationalism. പീലാത്തോസും സീസറും ഈ ഉയർപ്പ് നടക്കുവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല, എന്തു വില കൊടുത്തും ഈ ഉയർപ്പിനെ ഞങ്ങൾ
തടയുമെന്ന് അവർ പ്രഖ്യാപിക്കുവാനായിട്ടിടയായി. And so Pilate and Caesar together they decided that we will do everything in our power to prevent this അവർ resurrection. പറയാണ് അവസാനത്തോളം ഞങ്ങൾ അതിനു വേണ്ടി യുദ്ധം ചെയ്യും. ഒരു പ്രഖ്യാപനം അവർ നടത്തുകയാണ്. And so they make a declaration that towards the end that we would also declare war against it. മൂന്നാമതായിട്ട് യേശു ഉയർത്തെഴുന്നേൽക്കാതിരിക്കുവാനുള്ള മൂന്നാമത്തെ തടസ്സം ഭീമമായിട്ടുള്ള ഒരു കല്ലായിരുന്നു. And so the third hindrance that we see there with regards to the resurrection of Jesus Christ was a large stone. യേശുവിന്റെ കല്ലറയ്ക്കൽ ഭീമമായിട്ടുള്ള ഒരു കല്ല് അവർ ഉരുട്ടി വെച്ചു. ഏകദേശം 2 ടൺ ഭാരമുള്ള ഒരു കല്ലെന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. And so it is said that rock or that large stone weighed about 2 tons. കാരണം ഒരിക്കലും കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കരുത്. Because the intention behind that was that Jesus should not rise again. അപ്പോൾ ഈ ഭീമമായിട്ടുള്ള കല്ല് ഒരാളെ കൊണ്ട് തനിയെ ഉരുട്ടി മാറ്റുവാനായിട്ട് കഴിയുന്നതല്ല. And it is not possible to roll away this large stone with the power of one man. എന്ന് പറഞ്ഞാൽ ജീവിതത്തെ തളച്ചിടുന്നതായിട്ടുള്ള അനുഭവം. And so what that means is that which would hinder or stop or prevent a life. അപ്പോൾ മൂന്നാമതായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കാതിരിക്കുവാൻ തടസ്സമായിരുന്നത് ഭീമമായിട്ടുള്ള ഒരു കല്ലായിരുന്നു. And so the third hindrance pertaining to the resurrection of Jesus Christ was a large stone. നാലാമത്തെ തടസ്സം എന്തെന്ന് ചോദിച്ചാൽ, And if you were to ask what the fourth hindrance was, അത് റോമൻ സീൽ, റോമൻ മുദ്രയായിരുന്നു. സീൽ ഓഫ് സെക്യൂരിറ്റി. and it was the Roman seal of security that was the hindrance. കാരണം ഇത് തീർത്തും ഉറപ്പാക്കപ്പെട്ട ഒരു മുദ്രയാണ്. And so this is a this is a seal that confirms a proclamation or a നമ്മുടെ declaration. ഓരോരുത്തരുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, And if you were to tie that into our lives, എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും എന്നെയും കൊണ്ട് അത് കഴിയുന്നില്ല. and so even though I have a desire to come out of this, it is not possible for me to do so. അഞ്ചാമത്തെ തടസ്സം എന്ന് പറയുന്നത് The fifth hindrance, സ്പെഷ്യൽ ഗാർഡിനെ അവർ കാവൽ കൂട്ടത്തെ കല്ലാവിന്റെ കല്ലറയ്ക്ക് ചുറ്റുമാക്കി എന്ന് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നു. and so we see that they posted a group of Roman soldiers around the grave. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ബോഡി മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ വലിയൊരു കാവൽ കൂട്ടത്തെ അതിന് ചുറ്റും ആക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. And so we see that they placed a Roman guard around that the cave, the grave there. With the intention behind that was that no one should steal the body of Christ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുവാൻ അസാധ്യം. And so if you were to consider all of this together collectively, it is impossible for the resurrection to take place. അസാധ്യമായിട്ടുള്ള അനുഭവം. It is an impossible task. ഇന്ന് രാവിലെ സമയം നമ്മുടെ സ്പിരിച്വൽ, നമ്മുടെ ആത്മീയമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കണം. And if you were to consider this in regards to our spirituality, our spiritual life, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് വിടുവാൻ തടസ്സമായി നിൽക്കുന്ന ഈ വിധ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മളും ഫേസ് ചെയ്യുന്നവരാണ്. and so we are also facing such things in our Christian walk. മാനുഷികമായി ചിന്തിച്ചാൽ ഇതെല്ലാം അസാധ്യമാണ്. And if you were to think in an earthly sense, all these things, all this is impossible. എന്നാൽ ഇത്രത്തോളം തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും, Even though all these hindrances were there, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഉയർത്തെഴുന്നേൽപ്പെന്നുള്ളതാണ്. and it was God's purpose that the resurrection should take place. ഇതെല്ലാം നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And so as we consider and study the word of God, we understand that these are evident truths that we can glean. എന്നിട്ടും എന്ത് സംഭവിച്ചു? And then what happened? മൂന്നാം നാൾ അതികാലത്തെ തന്നെ ദൈവം തന്റെ ദൂതനെ ആ കല്ലറയ്ക്കൽ അയക്കുകയാണ്. On the third day, early morning, God sends his angel. Praise God, hallelujah. Hallelujah. Praise God. ദൈവം തന്റെ ദൂതനെ അവിടെ പറഞ്ഞയച്ചു. And so God speaks and sends his angel there. മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശു കർത്താവിനെ
ഉയർപ്പിച്ചു. And so he raised up Jesus from among the dead. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആ കൃത്യസമയത്ത് തന്നെ നിവർത്തി ആയി എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. And so the word of God reminds us that the work of God happened at its perfect time. ഇന്ന് ലോകത്ത് ആരെല്ലാം എന്തെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും, And so even if the world itself puts up hindrances in our lives, എന്നെ നിങ്ങളെക്കുറിച്ച് ദൈവം ഒരു പദ്ധതി പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ, and if God has ordained a plan or purpose in our lives, അതിനെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിയും കഴിയില്ല. no power in this world would be able to destroy it. Praise God, hallelujah. എന്നെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ തടയാൻ ഈ ലോകം മുഴുവനും ഒരുമിച്ച് നിന്നാലും തടയുവാൻ സത്യമല്ല. Even though the world will band together against us, against the Lord's will and purpose in our lives, they will not be able to hinder us. ഈ ലോകത്തിലെ ഒന്നിനും അതിനെ തടയുവാൻ കഴിയത്തില്ല. There is nothing in this world that can prevent the will of God, കാരണം ഇത് സ്വർഗ്ഗത്തിൽ നിശ്ചയിക്കപ്പെട്ട കാര്യം. because it is ordained in the heavens. Praise God. Hallelujah. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് എതിരായി വരുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. And so that is why it is written that no weapon forged against you will prosper. Praise God. മരണത്തിന്റെയും പാതാളത്തിന്റെയും പാശങ്ങൾക്ക് അതിനെ തടയുവാനായിട്ട് കഴിയില്ല. And so the hell and death cannot prevent that. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കാതിരിക്കുവാൻ 5 ശക്തികളാണ് പോരാടിക്കൊണ്ടിരുന്നത്. And so we see that 5 powers working together to prevent the resurrection of Jesus. തടസ്സമായിരുന്ന ആ കല്ലിനെ കർത്താവ് ഉരുട്ടിമാറ്റി. And so God moved away that stone. God rolled away the stone that was a hindrance. എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചത്? And then what happened ആ there? ഉരുട്ടിമാറ്റിയ കല്ലിന്മേൽ ദൂതൻ ഇരിക്കുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാനായിട്ട്. And we are able to see an angel sitting on that stone that was rolled away. ദൈവം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പിന്നെ അതിനെ തകർക്കുവാനായിട്ട് കഴിയത്തില്ല. And so if God does something, there is no power in this earth that can destroy it. ഇന്ന് രാവിലെ സമയം ദൈവത്തിന് ഹല്ലേലൂയ എന്നെ നിങ്ങളെയും കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. And so this morning God has a plan for each of us. യേശുവിനെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. And so with regards to Jesus, God had a plan. യേശുവിൻ്റെ മക്കളായിരിക്കുന്ന നമ്മെക്കുറിച്ചും ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. And as children of Jesus, God has a plan for us as well. നമ്മൾ ഓരോരുത്തരും സഭയാലയത്തിൻ്റെ ഒരു പാട്ടായിട്ട് നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം, And so as long as we stand with God, ദൈവം ഒരു പദ്ധതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പദ്ധതി ഹല്ലേലൂയ നമ്മളിൽ കൂടെ ദൈവം അത് ചെയ്തെടുക്കും. and so God will fulfill that purpose in each of our lives. അതിനു മുമ്പായി, But before that, നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിലുള്ള ചില്ലറ വെല്ലുവിളികളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വെല്ലുവിളികളെ കണ്ട് നമ്മൾ ഭാരപ്പെടരുത്. and so we should not see that which assails us and be faint of heart. ഇന്ന് പകൽക്കാലം എന്താണ് ഉയർപ്പിന്റെ സന്ദേശത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു? And what is it that the Spirit of God reminding us about the message of through the message of the resurrection? സ്വർഗ്ഗം ഒരു വിജയം നമുക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. Heaven has proclaimed or set a victory for us. അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. And that is for each of us. അതിനെതിരായി എന്തെല്ലാം തടസ്സങ്ങൾ വരട്ടെ, Even though there may be things that rise up to prevent that, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിലാണ് ഇന്ന് രാവിലെ സമയം ശാന്തമായി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. and so the Spirit of God is teaching us in relation to the resurrection of Jesus Christ. യേശുവിന്റെ ഉയർപ്പ് നടക്കാതിരിക്കുവാൻ വേണ്ടി ഈ ലോകശക്തികൾ യേശുവിന്റെ ഹല്ലേലൂയ
ആ ഉയർപ്പിന് എതിരായിട്ട് പോരാടിക്കൊണ്ടിരുന്നു. And so the powers of this world banded and worked together to prevent the resurrection of Jesus. ഇന്ന് രാവിലെ സമയം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുവാൻ ഹല്ലേലൂയ ഇടത്തും വലത്തുമായിട്ടുള്ള പല ശക്തികൾ പോരാടിക്കൊണ്ടിരിക്കുന്നു. And so to our left and to our right, there are various powers that would try to prevent or deny the purpose and plans of God in our lives. എന്നാൽ ദൈവം എന്നെ നിങ്ങളെയും കുറിച്ച് ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടക്കും എന്നുള്ളത് നിശ്ചയമാണ്. അതാണ് ഇന്ന് രാവിലെ സമയം ഈ ഉയർപ്പിൻ്റെ സന്ദേശത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. And so if God has purpose for something to take place in our lives, that will surely happen, and that is what we understand through the message of the resurrection. ഇങ്ങനെ തന്നെ ഒരു പാട്ടുണ്ടല്ലോ. And so there is a song like this. താൻ വാഴുകയാൽ എന്തുവാ അതിൻ്റെ Because താൻ വാഴുകയാൽ താൻ വാഴുകയാ ആകുലമില്ല നാളെ നമ്മുടെ യേശു വാഴുന്നു, അവൻ ജീവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളും ജീവിക്കുന്നത്. And so because Jesus lives, we live also. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലും തരത്തിലുള്ള ഭാരം നമ്മുടെ ജീവിതത്തിൽ വാഴുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ സമയം ആ ഉയർപ്പിൻ്റെ ശക്തിയാൽ അതിന് വ്യത്യാസം വരിക. And so, dear children of God, if there are anything that is troubling us through the resurrection power, God will rescue us from that. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Shall we all stand? ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായി നമ്മുടെ ഉള്ളങ്ങളോട് സംസാരിച്ചു. So the Spirit of God has spoken very clearly to our hearts. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കും. Shall we close our eyes? നമ്മൾ കേട്ട വചനത്തെ ഒന്ന് ഓർക്കുമോ? Shall we consider the word that we heard? എന്താണ് ഉയർപ്പിന്റെ സന്ദേശം നമ്മെ? What is the message that the resurrection teaches us? നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു. Jesus lives. അതുകൊണ്ട് നമ്മളും ജീവിക്കുന്നു. And because of that we live also. നമ്മുടെ ജീവിതയാത്രയിൽ എന്തെല്ലാം തടസ്സങ്ങൾ ദുഷ്ടനായ പിശാചു കൊണ്ടിരട്ടെ. Even though Satan brings up various things in this life. ചില്ലറ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിരട്ടെ. Various troubles and trials in our lives. എന്നാൽ കർത്താവ് നമ്മളെക്കുറിച്ചൊരു പ്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. But if God has purposed something in our lives, it will surely happen. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിലുള്ളൊരു പ്ലാൻ ആയിരുന്നതുപോലെ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു പ്ലാനും പദ്ധതി ഉണ്ട് എന്ന് ഇന്ന് രാവിലെ സമയം ദൈവമക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക. And so children of God, you need to understand that just as the resurrection of Jesus was part of God's plan for you as well will come to pass. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ഞങ്ങളെ കൽപ്പിച്ച നിന്റെ വചനത്തിനായി സ്തോത്രം. നിന്റെ വചനത്തിൽ കൂടുതലുള്ള വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ മക്കളെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നീ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവെ അത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ശത്രുവയനാവത് പരിശ്രമിക്കുകയെങ്കിലും കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ്. അവൻ എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ ശത്രുക്കൾ ചിതറിപ്പോകുമെന്ന് നിന്റെ വചനത്തിൽ കാണുന്ന പ്രകാരം നിനക്കെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ല എന്നതിൻ്റെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുവെങ്കിൽ കർത്താവെ, ഇന്ന് പകൽക്കാലം നിൻ്റെ വചനത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് അത് ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് ഞങ്ങളത് ഏറ്റെടുക്കുന്നപ്പ. ഞങ്ങളുടെ ഉള്ളങ്ങളോട് ഇന്ന് പകൽക്കാലം നീ സംസാരിച്ചതിന് സ്തോത്രം. നിൻ്റെ വചനത്തിനായി സ്തോത്രപ്പ. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. മൗത്തോടെ നെടുക്കും
യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ